ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ തന്നെ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും. അങ്ങനെയാകുമ്പോൾ ജനസംഖ്യാ അനുപാതത്തിലാണ് ഇതിൻ്റെ മണ്ഡല പുനർനിർണ്ണയം വരുന്നത്. ഇത് ഇപ്പോൾ ഉപയോഗപ്പെടാൻ പോകുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് മലബാർ മേഖലയ്ക്കായിരിക്കും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്. ഇതുകൊണ്ട് എന്താണ് സാർ സംഭവിക്കാൻ പോകുന്നത്? രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ ഫലങ്ങളുണ്ടാവും? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം മലപ്പുറത്ത് 2 സീറ്റല്ലേ ഉള്ളൂ. 2 സീറ്റ് 4 ആക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചതായിട്ട് പറയപ്പെടുന്നത്. 170 ലോക്സഭാ സീറ്റുകൾ വിഭജിച്ച് അപ്പം 340 ആകും. അപ്പോൾ ഇപ്പോഴുള്ള 543ൻ്റെ കൂടെ ഒരു 170 കൂടി ചേരണം. അപ്പോൾ 713 സീറ്റുകളിലേക്ക് മാറും. ഈ 170 സീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും വരുന്നതാണ്. സാർ, മലബാർ എന്ന് പറയുമ്പോഴത്തേക്കും മലപ്പുറം മാത്രമല്ലല്ലോ, കാസർഗോഡും ഉണ്ടല്ലോ ഈ മേഖലയിൽ. അല്ല, അവിടെ പക്ഷേ അവിടേക്ക് ഇത് വരുമോ എന്നുള്ള കാര്യം, ഏതൊക്കെ സ്ഥലത്ത് വരും, എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. എത്ര വരെയുള്ളത് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ആകെ 20 സീറ്റിൽ 10 ഡിവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് വരുന്ന സമയത്ത് ഭയങ്കരമായ രീതിയിൽ മാറില്ലേ. ഇപ്പോൾ ഒരു 14 ലക്ഷം ഉള്ള ഒരു അസംബ്ലി, ഒരു പാർലമെൻറ്റ് എടുക്കുക, അത് 7 ലക്ഷം വെച്ച് മാറ്റുന്നു. അപ്പോൾ അവർ രണ്ടും 7 ലക്ഷം വെച്ചേ കിട്ടുള്ളൂ. പക്ഷെ തൊട്ടിപ്പുറത്ത് അപ്പോൾ ഒരെണ്ണം 10 ലക്ഷത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ 9 ലക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴും ഈ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ശാസ്ത്രീയമായ സമീപനം ആയിരിക്കില്ല. അപ്പോൾ 2 കാര്യങ്ങൾ എന്നാൽ പരിഗണിക്കേണ്ടി വരും. ഒന്ന്, പ്രാദേശികമായിട്ട് പ്രദേശത്തെയും കൂടെ കണക്കാക്കി അല്ല, അതിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തുള്ള മൊത്തം ജനങ്ങളെ എടുക്കുക, ജനസംഖ്യ എടുത്തിട്ട് ആ ജനസംഖ്യ ഡിവൈഡഡ് ബൈ ഇത്ര വെച്ച് ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ ഇത്ര വരെ ആകാമെന്ന് പറയുക, അത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതാണ് കുറേ കൂടിയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതി. പക്ഷേ അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സീറ്റുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. പക്ഷേ അതിപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് ഇത്ര സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് ആനുപാതികമായി ശരിയാകാതെ വരും. ഇതിൻ്റെ രാഷ്ട്രീയ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? രാഷ്ട്രീയ ഫലങ്ങൾ ഇപ്പോൾ അത് നോക്കിപ്പോൾ പറയാനും പറ്റില്ല. ഇത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എന്താണ്, ഇപ്പോൾ 80 സീറ്റുള്ളത് 133 സീറ്റാ മറ്റോട്ടെ ആകുമെന്ന് തോന്നുന്നു. യു പിയിലും മഹാരാഷ്ട്രയിൽ 58 എന്നുള്ളത് 58 മറ്റോട്ടെ, ഇങ്ങനെ എല്ലായിടത്തും കൂടുന്നുണ്ട്. കേരളത്തിൽ 10 കൂടുന്നുണ്ടല്ലോ. അപ്പോൾ 30 ആകുന്നു. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പത്തനംതിട്ടയിൽ സീറ്റ് കൂടാൻ പോകുന്നില്ല. കാരണം അവിടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ കൂടില്ല. മധ്യ തിരുവിതാംകൂറിലും പല പ്രദേശത്തും കൂടാൻ സാധ്യതയില്ല. തിരുവനന്തപുരത്തിൽ എത്ര കൂടും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കൂടുമെന്ന് ഉറപ്പുള്ള മേഖലകൾ ഒന്ന് കാസർഗോഡും മലപ്പുറത്ത് കൂടും, കോഴിക്കോടിൻ്റെ കുറേ ഭാഗങ്ങളിൽ കൂടും, പാലക്കാടിൻ്റെ കുറേ പ്രദേശത്തൊക്കെ കൂടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ 10 ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. പക്ഷേ ഇതിൻ്റെ 10 20 ആക്കുകയും മറ്റേ 10 നിലനിൽക്കുകയും ചെയ്യുമ്പോൾ 30 പേർക്ക്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇപ്പോൾ 30 10 സീറ്റ് വനിതകൾക്ക് പോയി കഴിഞ്ഞാൽ 20 സീറ്റുണ്ട്. അപ്പോൾ 20 സീറ്റിൽ വീണ്ടും പുരുഷന്മാർക്ക് മത്സരിച്ച് പുരുഷാധിപത്യം തുടരാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്കൂട്ടലിന് പറയുന്നത്. അപ്പോൾ എതിർക്കുമെങ്കിൽ എല്ലാവർക്കും അത് സമ്മതമായിരിക്കും. ആദ്യം എല്ലാവരും ഒന്ന് എതിർക്കും, ഞങ്ങളങ്ങനെയല്ല, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങളങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമെങ്കിലും അതെല്ലാവർക്കും സമ്മതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ആകെ മൊത്തം നോക്കുമ്പോൾ ലാഭം കിട്ടുമല്ലോ. അതായത് നിലവിലുള്ള സീറ്റുകളെ ത്യാഗം ചെയ്യേണ്ടി വരില്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. നിലവിലുള്ള സീറ്റുകളെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യേണ്ടി വരില്ല. അത് പുരുഷ കേസരികൾക്ക് നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് വേറെ സീറ്റ് കൊടുത്ത് അങ്ങനെ പുരോഗമനവാദികളായി മാറാൻ ഒരു അവസരവും കൂടിയുണ്ട്. നഷ്ടം സഹിക്കാൻ മലയാളികളുടെ ഒരു ശീലം അനുസരിച്ചിട്ട് നഷ്ടം ഉണ്ടാകാത്ത ഏത് പുരോഗമനം തന്നെയാണ്. പുരോഗമനം വന്നം, പക്ഷേ അത് എനിക്ക് നഷ്ടം വരരുത്. റോഡ് വിസ്തരിച്ചു വന്നം, പക്ഷേ എൻ്റെ ഭൂമി പോകരുത്. മറ്റവൻ്റെ ഭൂമിയൊക്കെ എടുത്ത് വലിയ റോഡ് എൻ്റെ ഭൂമിയുടെ മുമ്പുറത്തുകൂടി അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് ഈ റോഡിന് ഭൂമി കൊടുക്കുന്ന സമയത്തുള്ള മലയാളിയുടെ മനോഭാവം. അല്ലാതെ മറ്റേ വീതി വരുന്ന റോഡിന് അവനെതിരല്ല. പക്ഷേ ഒരൊറ്റ കണ്ടീഷനിൽ അത് എൻ്റെ ഭൂമി കൊടുത്തിട്ടായത് എനിക്ക് ആ ഭൂമിയും കൂടി വെച്ചിട്ട് അത് വിൽക്കാൻ കഴിയണം. മറ്റവൻ്റെ ഭൂമി മുഴുവൻ എടുക്കാൻ വേണം, എന്നിട്ട് അത് അങ്ങനെ പോകണം.
അവൻ്റെ വീട് വരെ എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഗതി. അതെ, മൊബൈലിന് ഫുൾ റേഞ്ച് വേണം, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് ടവർ പറ്റില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും പറ്റില്ല. അത് മാത്രമല്ല 24 മണിക്കൂറും നമുക്ക് കറണ്ട് കിട്ടണം, പക്ഷേ ജലവൈദ്യുതി പറ്റില്ല, ആണവ നിലയം പറ്റില്ല, പിന്നെ മറ്റെന്താണ് ഡീസൽ നിലയം പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷേ നമുക്ക് 24 hours സാധനം കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് മലയാളിയുടെ ഒരു കാര്യം. അപ്പോൾ അതെവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരണം, അതാണല്ലോ സംഗതി. അത് പിന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ. ഗവൺമെൻറ്റിന് അങ്ങനെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ ഗവൺമെൻറ്റിന് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ സാധനം. അപ്പോൾ ജലവൈദ്യുതി വേണം എന്നുണ്ടെങ്കിൽ ജലവൈദ്യുതി വേണം, എത്ര വരണം എന്നുള്ള കാര്യം നോക്കണം. എന്നിട്ട് ആ ജലവൈദ്യുതി നമ്മൾ ഉണ്ടാക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് അതൊന്നും ചെയ്യില്ല. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സീറ്റ് പോകരുത് എന്നുള്ളതാണ്. ഓരോരുത്തരും നിലവിലുള്ള എം പിമാർ എല്ലാവരും പറയുന്ന അവരുടെ സീറ്റ് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ മരണം വരെ പോസ്റ്റ് തുടരുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാണെന്നറിയാമോ? ജവഹർലാൽ നെഹ്റുവാണ്. അതെ, മരിക്കും വരെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത് ഒരു ജവഹർലാൽ നെഹ്റുവാണ്. ആ പാരമ്പര്യമാണ് ഇപ്പോഴും തുടരുന്നത്. അപ്പം മരണം വരെയാണ് പദവികൾ ഓരോരുത്തർക്കും ഉള്ളത്. 88 എത്ര ഇപ്പം നമ്മുടെ ഖാർഗെക്ക് എത്ര വയസ്സായി? 88. അതെ. പക്ഷേ അദ്ദേഹം വീണ്ടും രാജ്യത്തെ സേവിക്കാൻ സന്നദ്ധനായിരുന്നു. നടക്കാൻ വയ്യ, പക്ഷെ എന്നാലും രാജ്യത്തെ സേവിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം രാജ്യസഭയിൽ പോയിരിക്കാൻ തയ്യാറാകുകയാണ്. പക്ഷേ രാജ്യസേവനം പുള്ളി എപ്പോഴും വിട്ടുകൊടുക്കില്ല, മരണം വരെയാണ്. ആ മരണം വരെ ഒരാളൊരു പദവിയിലിരിക്കുന്ന സമ്പ്രദായം തുടങ്ങി വെച്ചതിൻ്റെ മഹത്വം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അവകാശപ്പെട്ടതാണ്. അദ്ദേഹമാണ് 47 ഒടുങ്ങിയിട്ട് 64 വരെ 64 മരിച്ചു പോയ കാരണം പുള്ളി മാറി, അല്ലെങ്കിൽ മാറില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തനിക്ക് MP ആയിട്ട് തുടരണം എന്നുള്ള അവസ്ഥ നിലനിർത്തിക്കൊണ്ട് എന്ത് പുരോഗമനത്തിനും ഈ നിലവിലുള്ള MPമാരും തയ്യാറാകും. അവരെ ബാധിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതും അതുപോലെയൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. തങ്ങളെ ബാധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് സോഷ്യലിസവും നടക്കട്ടെ എന്ന നിലക്ക് വരും. പക്ഷെ എന്തായാലും ശരിയാണ്, ഇത്രയും ഇങ്ങനെ അണ്ണീവനായിട്ട് ഈ രീതിയിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ ഒരെണ്ണത്തിൽ 20 എണ്ണം വരിക, 20 ലക്ഷമൊക്കെ ഉണ്ട് UP ചില നിയോജക മണ്ഡലം, 20 ലക്ഷം പേരൊക്കെയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ. അതൊക്കെ വിഭജിക്കണമല്ലോ, അത് വിഭജിക്കുക തന്നെ വേണം. ഇവിടെ 14 ലക്ഷം 15 ലക്ഷം, ചില സ്ഥലത്ത് 8 ലക്ഷം. അപ്പം അത് ശരിയല്ലല്ലോ. 15 ലക്ഷത്തിന് ഒരു MP, 8 ലക്ഷത്തിന് ഒരു MP എന്ന് പറയുമ്പോഴൊക്കെ ഒരു വ്യത്യാസം വരില്ല. അപ്പോൾ അതൊരു തുല്യമായ രീതിയിൽ ഇതിനെയൊക്കെ വിഭജിക്കുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം ഇത് രാഷ്ട്രീയം നോക്കിയിട്ട് അല്ല ഇത് പറയുന്നത്. ആര് ജയിക്കുമെന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് ജനത്തിൻ്റെ കയ്യിലിരിക്കുന്നൊരു കാര്യമാണ്. ജനം അവസാന നിമിഷത്തിൽ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അവസാനം വരെ എല്ലാ സർവേയിലും ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴാണ് ഇടതുപക്ഷം തോറ്റത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെങ്ങനെ പറയുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ശരിയാണ്, ഇത്തരത്തിലുള്ള ഈ സീറ്റ് വിഭജനം അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. കാരണം രാജ്യം വികസിച്ചില്ലെന്ന്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തെന്ന് പറഞ്ഞാൽ ആ 31 കോടി ജനങ്ങൾ, ആ 31 കോടി ജനങ്ങളിൽ എത്ര പേരുണ്ടായിരുന്നു അന്ന് അതിനകത്ത്? അത് ഒരു രസകരമായ കണക്കാണത്. ആ കണക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അന്ന് ലോക്സഭയിലേക്ക് 459 സീറ്റുണ്ട്. ഈ 31 കോടി ജനങ്ങൾ, വോട്ടർമാരുടെ എണ്ണം 17 കോടി 32 ലക്ഷം. ഇന്നിപ്പോൾ ഉള്ള വോട്ടർമാരുടെ എണ്ണം ഈ കഴിഞ്ഞതിലുണ്ടായിരുന്നത് 82 കോടിയാണ്. അപ്പോൾ 17 കോടിയിൽ നിന്ന് 82 കോടിയിലെത്തിയപ്പോൾ 489 സീറ്റിൽ നിന്ന് 534 എത്തിയിട്ടുള്ളൂ. അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. നെഹ്റുവിൻ്റെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് 44.99% വോട്ടാണ് കോൺഗ്രസ്സിന് കിട്ടിയത്. കോൺഗ്രസ്സിന് എതിരില്ലാത്ത കാലമാണ്. അപ്പോഴും മുഴുവൻ വോട്ട് കിട്ടിയിട്ടില്ല. അന്ന് വളരെ 10 കോടി 59 ലക്ഷം പേരാണ് വോട്ട് ചെയ്തേക്കണം അന്ന് പോയിട്ട്. അപ്പോൾ ഈ ആളുകൾ വോട്ട് ചെയ്യുന്നതൊക്കെ കുറയുന്നുണ്ടേ. അതെ. അപ്പോൾ ആളുകൾ വോട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പേരില്ലേ, 89 കോടി ജനങ്ങളിലാണ് വോട്ടർമാരായിട്ട് വന്നേക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട്
അതിനെ ഡിവൈഡ് ചെയ്ത് മാറ്റണം എന്ന് തന്നെയാണ് ശരി. അത് ആർക്ക് ഗുണം എന്നുള്ളതൊക്കെ വേറൊരു പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.